ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഉമ്മ അപ്പൊ എന്താ അമ്മ ഇന്നത്തെ? ഇന്നിപ്പോ ഇഡ്ഡലി ഇതൊക്കെ ആയല്ലോ, അപ്പൊ പിന്നെ ഇനിയിപ്പോ കറിയും കൂടി വെച്ചേക്കാം, എന്നിട്ട് അങ്ങനെ കാപ്പിടിച്ചാ പോലെ. അല്ലെങ്കിൽ തന്നെ വയർത്ത് കണ്ടോ. എന്താണത് മഴക്കാലത്ത് അങ്ങനെ വരക്കണേ? രാവിലെ അടുക്കളയിൽ നിന്നിട്ട് കഴിയുമ്പോ തന്നെ വയർക്കും. ഇന്നേ മീനാണ് കേട്ടാ. ഇതെന്തോ ഒരു വെട്ടുമീനാണ് അച്ഛൻ മേടിച്ചത്. ഇതിന്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ചെമ്പല്ലി വേണോ? ചെമ്പല്ലി എന്നും പറയുന്നുണ്ട്, അച്ഛൻ വേറൊരു പേരും പറഞ്ഞു, അതറിയില്ല. അതാണ് മീൻ. ഓക്കെ. അപ്പൊ നിനക്ക് പിന്നെ ഇത് വേണ്ട എന്തൊക്കെ ഉണ്ടല്ലോ, ചിക്കനൊക്കെ. അപ്പം അച്ഛന് മീൻ ഇഷ്ടമല്ല, അപ്പൊ അതാണ് ഇത്. അതിനുള്ള അത് കറി വെക്കാനുള്ള സാധനങ്ങൾ പറയാം. സബോള ചെറുത്, കറിവേപ്പില, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പുളി, നാളികേരപ്പാല്, പിന്നെ ഉപ്പും കടുകും ഉലുവി, മഞ്ഞൾ. ഓക്കെ. സ്റ്റൗ കത്തിച്ചില്ല. ക്യാമറാമാൻ പറയണ്ടേ? ഞാൻ അമ്മ അത് കാണിക്കുമ്പോ അതിലേക്ക് ഇൻട്രസ്റ്റ് പോയി, അതാണ്. പിന്നല്ലാണ്ട് പിന്നെ എത്ര വലിയ വലിയ ആൾക്കാർക്ക് തെറ്റ് പറ്റിയിരിക്കണം. പിന്നെയാണ് നിസ്സാരപ്പെട്ട ഒരു ക്യാമറാമാൻ. അമ്മ ഈ പണ്ടേ നമ്മുടെ ബുദ്ധ ഭഗവാനില്ലേ, ഗൗതമ ബുദ്ധ, എന്താ അമ്മ അങ്ങനെ ദേഷ്യത്തിൽ നോക്കണു? ബുദ്ധനമ്മ, ഞാൻ വീരപ്പന്റെ പേരല്ല പറഞ്ഞു, അമ്മ ദേഷ്യത്തിലാണല്ലോ നോക്കണേ. ബുദ്ധനില്ലേ? അല്ല, ഈ ബുദ്ധനൊക്കെ ഇല്ലേ, ഗൗതം ബുദ്ധ, മൂപ്പരൊരു അതന്നെ മൂപ്പര്. മൂപ്പരെന്ന് പറയാൻ പാടില്ലേ, അങ്ങോര് ഒരു ബോധവൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്നിട്ടാണല്ലോ ബോധോദയം ഉണ്ടായത്. അമ്മ, ഞാനിങ്ങനെ പല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി നോക്കിയിട്ടോ, ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എപ്പോന്നല്ല, കേട്ട് നോക്ക്. മാവിൻ്റെ ചുവട്ടിൽ പോയി നോക്കി, തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നോക്കി, പ്ലാവിൻ്റെ ചുവട്ടിൽ പോയി നോക്കി. എന്തിനു കൂടുതൽ പറയണു, കരുവേപ്പിൻ്റെ ചുവട്ടിലടക്കം പോയി നിന്ന് നോക്കി. എന്തെങ്കിലും ജ്ഞാനോദയം എനിക്ക് കിട്ടുമെന്ന്. കിട്ടിയില്ല. പിന്നെ നിക്ക് ഇനി പറയാ. പിന്നെ അമ്പലത്തിൽ പോയില്ലേ, അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ആൽമരം ഉണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ പോയി നോക്കിയപ്പോഴേ എനിക്ക് തോന്നിയാന്തറിയോ, ക്ഷീണം മാറി വീട്ടിൽ പോകാമെന്ന് മാത്രം. അതെന്താ ഞങ്ങൾക്കൊന്നും ഈ ബോധോദയം ഉണ്ടാവാത്തെന്നൊരു ചോദ്യം. എന്താ പറയാ, അല്ല ഞാൻ ഈ അമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട്. എന്തിനാ പോയിന്നും കൂടി പറഞ്ഞുതരാം. അമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ട്, അമ്മ ഏത് നേരം പിന്നെ അമൃത ശല്യപ്പെടുത്തില്ല. അപ്പൊ അത് സഹിക്കാൻ പറ്റാണ്ട് ഞാനൊരു ഇങ്ങനെ ഏതെങ്കിലും ഒരു വൃക്ഷം, ഇപ്പൊ ഒരാട് പോയിരുന്ന വൃക്ഷത്തിന്റെ ചോട്ടിൽ തന്നെ പോയിരിക്കാൻ പാടില്ലല്ലോ, പുതിയ വൃക്ഷങ്ങൾ തേടിയിട്ട് അതിന്റെ ചോട്ടിൽ പോയിരുന്നു. എന്നിട്ട് എനിക്ക് വല്ല ബോധോദയം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു ബോധോദയം ഉണ്ടായില്ല. അമ്മയാ ഇങ്ങനെ ശല്യം ചെയ്തതിന് ഏത് അമ്മയാണ് ഈ ലോകത്തുള്ളത്? ശല്യം ചെയ്തില്ലാന്ന് വെച്ചോ. പക്ഷെ എന്നാലും ബോധോദയം എന്തെങ്കിലും ഒരു സിദ്ധി കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കുന്നത് തെറ്റാണോ? അപ്പൊ അമ്മ പറയും മാവിന്റെ ചോട്ടിൽ നീ പോയത്. അമ്മ മനസ്സിലായി അമ്മക്ക്. അല്ലല്ല, മാവിന്റെ ചോട്ട് പോയത് മാങ്ങ കിട്ടാൻ വേണ്ടിട്ട്, തെങ്ങിന്റെ ചോട്ടിൽ തേങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. എന്തിനാ ചക്കയുടെ ചോട്ട് പോയത്? ചക്ക കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. കരുവേപ്പിന്റെ ചോട്ട് പോയിട്ട് കരുവേപ്പിലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടോ, ഇത് നാളേക്ക് പൊട്ടിക്കാനുണ്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ. പിന്നെ അമ്പലത്തിന്റെ അടുത്ത് ആൽമരത്തിന്റെ ചോട്ടിൽ അതെന്തിനറിയോ, അമ്പലത്തിൽ കുറെ നേരം ക്യൂ നിന്ന് കൈകാലൊക്കെ വേദിച്ചില്ലേ, അപ്പൊ ശുദ്ധമായ കാറ്റ് കിട്ടുന്ന ഒരേ ഒരു മരമുള്ളൂ ആൽമരം. അവിടെ പോയി ഇരുന്നപ്പോ വെളുത്തുള്ളി അതൊക്കെ അവൻ്റെ ആവശ്യത്തിന് പാകത്തില്ല. എന്താ പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ക്വാണ്ടിറ്റിയിൽ തന്നെ വെക്കുക. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഇട്ടോളും. അതൊന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ അമ്മ അപ്പൊ ഉപ്പ് ഇത്തിരി ഇപ്പൊ തന്നെ ഇട്ടോളും. അപ്പൊ ക്ഷീണമൊക്കെ മാറിയിട്ട് എനിക്ക് എന്തോ ഒരു എനർജി കിട്ടിയ പോലെയായി. ഞാൻ നേരെ ഓടി അമ്പലത്തിൽ പോയപ്പോ. ഇതിലൊക്കെ എന്താ ഉള്ളത്, എല്ലാം നിനക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പൊ ഗൗതമ ബുദ്ധൻ അതല്ല, എനിക്കിപ്പോ അമ്മേനോട് മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഉണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേരട്ടെ, ഇപ്പൊ അമ്മയുടെ അരികത്ത് ഞാൻ നിൽക്കുന്നില്ലേ, ഇത് 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത് തെറ്റണ്ട, അത് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അമ്മേൻ്റെ അടുത്ത്. പിന്നെ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാണ് അമ്മ. സ്പൂൺ മല്ലിപ്പൊടി.
പിന്നെ കറിവേപ്പില, അത് പിന്നെ നമുക്ക് ഇഷ്ടം ഇടാനോ. പുകച്ചല്ല, അത് ചട്ടി ചെയ്ത് തന്നെ ഇത്തിരി പുകയൊക്കെ വരും. ഇത്തിരി വെള്ളത്തിന് വെച്ചിട്ട് കുറച്ച് വെള്ളം കണ്ട ഇത്രേ വെള്ളം. പറയില്ലേ അത് ഉണ്ടാവും. ചട്ടി വെക്കുമ്പോൾ എപ്പോഴും ഇത്തിരി പുകയൊക്കെ ഉണ്ടാവും. അത് സ്റ്റൗവിൽ, അത് അടുപ്പിലാണ് വെക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ ചട്ടിയൊക്കെ പണ്ട് അടുപ്പിൽ വെക്കില്ലേ, അപ്പം അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടുള്ളൂ. മുളക് പൊടി കുറച്ച്, മല്ലിപ്പൊടി അല്ല മുളക് പൊടി പാകത്തിന്, മല്ലിപ്പൊടി അതിൽ കുറച്ച് കുറവ്, ഉപ്പിട്ടു, വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഒക്കെ ഇട്ടു. എണ്ണ അങ്ങനെ തെളിഞ്ഞ് വരുന്നു കണ്ട. അപ്പം നമുക്ക് ഈ പുളി ഒഴിച്ചു കൊടുക്കണം. ഇത് ആവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ, അത് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഒഴിക്കാനുള്ളത് ഈ നാളികേരപ്പാൽ 2ാം പാലാണ്. ആദ്യത്തെ പാലല്ല, 2ാം പാൽ. അത് അതിലുണ്ടാവുമല്ലോ. അപ്പം അത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് തിളയ്ക്കാനുണ്ട്. നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് പിന്നെ ഞാൻ എല്ലാം പറയട്ടെ, കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇത്രയും മരങ്ങളുടെ ചുവട്ടിലൊക്കെ പോയി നിന്നില്ലേ, അപ്പം യഥാർത്ഥത്തിൽ ഞാൻ അവിടെയൊക്കെ പോയി നിന്നത് എന്തോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അതുപോലെ തന്നെ ഇപ്പം അമ്മയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നില്ലേ, ഇത്തിരി സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ആണോ അല്ലേ? അല്ലമ്മ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഈ നിൽക്കണത് അല്ലേ? അല്ല, പിന്നെ അടുത്ത് അങ്ങനെയല്ല, അകലെ ഉണ്ടെങ്കിലും അടുത്തുണ്ടെങ്കിലും സ്നേഹം ഉണ്ടാവും. എന്നാൽ നമ്മുടെ പ്രതീക്ഷ എന്താണ്? ജീവിതത്തിൽ ആകെ ഒരു പ്രതീക്ഷയല്ലേ ഉള്ളൂ, സ്നേഹം. അതിന് വേണ്ടിയിട്ടല്ലേ മനുഷ്യൻ നിൽക്കണത്. അതേപോലെ തന്നെ ഞാൻ പറയാം, ഇപ്പൊ ഗൗതമ ബുദ്ധന്റെ കാര്യം പറഞ്ഞല്ലോ. ഗൗതമ ബുദ്ധൻ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിലല്ല. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഗൗതമ ബുദ്ധനാണല്ല, എന്റെ കൂട്ടുകാരൻ ഗൗതമന്റെ കാര്യമല്ല പറഞ്ഞു. അതന്നെ ഗൗതമ ബുദ്ധ അവര് പോയി അവിടെ ഇരുന്നത് എന്തിനറിയോ? അവർക്ക് ജ്ഞാനം അതൊക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് നിന്നെ പോലെ സ്വാർത്ഥത ഉണ്ടാകുന്നില്ല. ചക്ക പോയിട്ട് ചക്ക കിട്ടുമോ നോക്കുക, മാങ്ങ പോയിട്ട് മാങ്ങ കിട്ടുമോ, എന്താണ് കറിവേപ്പില നാളേക്ക് പൊട്ടിക്കാണ്ടോ മറ്റന്നാളേക്ക് പൊട്ടിക്കാണ്ടോ, ഇതൊക്കെ നോക്കണ്ടേ? ചോട്ടിൽ പോയിട്ട് എനിക്ക് നല്ല കാറ്റ് കിട്ടി സുഖം, അങ്ങനെയല്ല. ആള് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ആൾ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ അതിനാണ് ജ്ഞാനോദയൊക്കെ അവർക്ക് ആ ഒരു നിസ്വാർത്ഥ. എനിക്ക് അവിടെ പോയി നിൽക്കുമ്പോഴേ കേക്ക്, അവിടെ പോയി നിൽക്കുമ്പോ വല്ല ജ്ഞാനോദയം കിട്ടിയിട്ടെങ്കിൽ ഞാൻ എന്തായാലും ചിന്തിച്ചേനെ. അത് കിട്ടണമെങ്കിൽ ആ മനസ്സും കൂടി വേണം. അങ്ങനെ നിസ്വാർത്ഥമായ മനസ്സ് വേണം. വെറുതെ കിട്ടില്ല. അതേപോലെ തന്നെ മോളെ, ഇപ്പൊ നീ ഞാനൊരാളെ സ്നേഹിക്കുകയാണ്. ഇപ്പൊ എന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എനിക്ക് ഒരാളെ സ്നേഹിച്ചു കഴിയുമ്പോ ഞാൻ വിചാരിച്ചു, ഓ ദൈവമേ, ഞാൻ എത്രത്തോളം സ്നേഹിക്കണ്ടേ അത്രത്തോളം അവരെന്നെ സ്നേഹിക്കണില്ലല്ലോ, അവരിൽ നിന്ന് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ഉൾപ്പെടെ കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാ. ഈ ലോകത്തെല്ലാവരും ഞാൻ എന്നും ചോദിക്കുമല്ലോ അമ്മേടെ അടുത്ത്, എന്ത് ഞാൻ അവരെ അത്രത്തോളം സ്നേഹിച്ചു, അവരെനിക്ക് ആ സ്നേഹം തന്നില്ല, അവരെന്നെ എങ്ങനെ ചെയ്തു, എനിക്ക് വിഷമായെന്ന് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും ആലോചിച്ചാൽ അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഞാനായിരിക്കും പറയാ. അല്ല, ഏറ്റവും കൂടുതൽ നീയോ ഞാനോ എന്തായിക്കോട്ടെ, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അവിടെയാണ് നമ്മൾ എല്ലാ വേദനകൾക്കും നിരാശയ്ക്കും ഡിപ്രഷനൊക്കെ ആയി പോയില്ലേ, അതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടറിയോ? ആ ചിന്ത കൊണ്ടാണ്. അതിന്റെ പകരം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാലോ, ഞാനും അടക്കം മാറ്റി ചിന്തിക്കണം ഒരു വിചാരം എന്റെ മനസ്സിൽ തന്നെ തോന്നുന്നത്. എങ്ങനെ ചിന്തിക്കുക? നമ്മൾ സ്നേഹിക്കുക, നിസ്വാർത്ഥമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ. ഇപ്പൊ നിന്നെ ഞാൻ മനസ്സ് തുറന്ന് നിന്റെ അച്ഛനും നമ്മുടെ കാര്യം വിട്, അത് ഞാൻ പറയില്ല. അച്ഛനും അമ്മയ്ക്കും മക്കളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും അവരുടെ ഒരു സ്നേഹം വേറെയാണ്. ആ ഒരു ബന്ധത്തിനെ ഞാൻ പറയില്ല, ആ ഒരു ബന്ധം വേറെ. അത് ദൈവം തന്നെ എല്ലാ ക്ഷമയും സ്നേഹവും എല്ലാം നിറച്ച് അവതാരം ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അച്ഛനും നമ്മുടെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് അടക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല, ഏത് അച്ഛനും വേണം. അതല്ലാതെ അച്ഛനമ്മേനെ എടുത്താലും പറ്റില്ല, ആർക്കും കിട്ടില്ല. അപ്പൊ അത് സ്വന്തം അച്ഛനും അമ്മയും അവരിന് ദേഷ്യപ്പെട്ടോട്ടെ,
അവർ വഴക്ക് പറഞ്ഞോട്ടെ, തട്ടിക്കോട്ടെ, എന്നാലും മക്കളോടുള്ള അവരുടെ ഒരു സമീപനം, അവരുടെ ഒരു എന്താ പറയുക, അവരോടുള്ള സ്നേഹം, അതൊന്നും ഒരിക്കലും മറ്റുള്ളവർക്ക് കിട്ടില്ല. മറ്റുള്ള ആ ബന്ധം നമുക്ക് വിടാം. അച്ഛനും അമ്മ അല്ലാണ്ട് ഒഴികെ സഹോദരങ്ങളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഏട്ടനനിയനായിക്കോട്ടെ, പെങ്ങന്മാരായിക്കോട്ടെ, എല്ലാ ബന്ധങ്ങളും, ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും എന്താ കൊടുത്ത അതേപോലെ തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് സ്നേഹിക്കുക. എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അയ്യോ ഞാൻ സ്നേഹിച്ചു, അയ്യോ അവൻ എന്നെ എങ്ങനെ സ്നേഹിച്ചില്ല, അവൾ എന്നെ എങ്ങനെ സ്നേഹിച്ചില്ല, എനിക്ക് വിഷമമായി, ഞാൻ എന്തുമാത്രം എന്തൊക്കെ അവർക്ക് വേണ്ടി, പക്ഷെ ദൈവമേ അവരെനിക്ക് ഇങ്ങനെയാണല്ലോ നൽകിയത് എന്നുള്ളൊരു മനസ്സിനൊരു വിഷമം. പക്ഷേ അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിച്ചാൽ എന്താ, നമ്മൾ സ്നേഹിക്കുക നിസ്വാർത്ഥമായിട്ട്, എന്നിട്ട് നമുക്ക് ഒരു സ്നേഹം തിരിച്ചു തരുന്നുള്ള അമിതമായ പ്രതീക്ഷയെ വേണ്ട. തരികയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് സന്തോഷം, നമ്മൾ വിചാരിക്കാതെ. പക്ഷേ നമുക്ക് ആ അമിതമായ പ്രതീക്ഷ ഇല്ലാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് വീണ്ടും നല്ല വേദന ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു സമാധാനം കിട്ടും. എന്താ അറിയോ, ഇതൊന്നും ഇട്ടോട്ടെ എന്നിട്ട് പറയാം. പ്രതീക്ഷിച്ചിരുന്നില്ല അല്ല, ആദ്യം നമ്മൾ ഈ പ്രതീക്ഷകൾ ഇങ്ങനെ നമുക്ക് ആ പ്രതീക്ഷകളോടൊക്കെ നമുക്ക് എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് ആ വേദന ഉണ്ടാവുക. അപ്പം നമ്മൾ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരോട് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്താതെ നമ്മളിരുന്ന അപ്പം എന്താ, ഇതിങ്ങനെ മുക്കി വെക്കണം. അല്ല, ഈ മീനുകളില്ലേ ആവശ്യമില്ലാത്ത പറയരുത്. ഞാനിതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനും കൂടി വേണ്ട, അത് വർത്താനം മാത്രം പറഞ്ഞാൽ പാടല്ലോ. എന്നിട്ട് അപ്പൊ നമുക്ക് എന്താ തോന്നുക, ഇത്ര അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഇപ്പൊ നിന്നെ എക്സാമ്പിൾ പറയാം, മകനായിക്കോട്ടെ. അപ്പൊ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയാണ്. ആ സ്നേഹം നീ ഇങ്ങോട്ട് തിരിച്ചു തരണം എന്നുള്ള അമിതമായ പ്രതീക്ഷ ഞാൻ വെച്ച് പുലർത്തുമ്പോഴാണ് എനിക്ക് നീ എന്തെങ്കിലും വ്യത്യാസം കാണിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം വന്നാൽ അതൊരു വിഷമാവും. എൻ്റെ മകനെ ഞാൻ ഇത്ര അങ്ങനെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, എക്സാമ്പിൾ. ഇപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരോട് ഒരുപാട് അമിതമായ വിശ്വാസം പുലർത്തുമ്പോഴാണ് നമുക്ക് അങ്ങനെ. അതിന് പകരം നമ്മൾ ഒരാളെ സ്നേഹിക്കുക, ഉള്ളു തുറന്ന് നമ്മൾ നിസ്വാർത്ഥമായി സ്നേഹിച്ച് അവർ നമ്മളെ സ്നേഹിക്കാതിരിക്കുകയും ഈ കൊടുത്ത സ്നേഹം അതേപടി തിരിച്ച് തരാതിരിക്കുകയും എന്ത് ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു വ്യാകുലത ഇല്ലാതെ നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എന്താണോ അതുപോലെ അവരെ സ്നേഹിക്കുക. അപ്പം അവിടെ വിഷമമില്ല. പിന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് വന്നാലോ അപ്പം തോന്നും, ദൈവമേ അവർ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇപ്പം എന്താ പുതുതായിട്ട് എനിക്കിതിൽ തോന്നാനുള്ളതെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ തന്നെ സമാധാനിപ്പിക്കും. അതേ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തി അയ്യോ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ ഒരു ഡിപ്രഷനിൽ പോയി ആകെ നിരാശയായി. സ്നേഹിക്കില്ല, എനിക്ക് ആരെയും സ്നേഹിക്കാൻ യോഗ്യരല്ല, അവരങ്ങനെയാണ്, ഈ ലോകം എങ്ങനെയാണെന്ന് ഒന്നും പറയണ്ട. നമ്മളെ തന്നെ തിരുത്തിയാൽ മതി. ഇപ്പൊ അമ്മ പറഞ്ഞു വന്നത് ഞാനൊന്ന് പറയാ. അമ്മ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ, സ്നേഹിക്കുക എന്നുള്ളത് ഈ ഭൂമിക്ക് ദൈവം നമ്മൾ വിടുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വരാനാണ്. ഈ ഇവിടുന്ന് എല്ലാം നേടും, പക്ഷെ സ്നേഹം മാത്രം നൽകണം എന്നാണ്. കാരണം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തെ നീ പങ്കിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എങ്ങനെയാ പറഞ്ഞ, അമ്മ പറഞ്ഞ തന്നെ, അമ്മ ഇപ്പം പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ചെറുതായിട്ടൊന്ന് തോന്നിയതാണ് കേട്ടോ, ശരിയാണോ നോക്ക്. അപ്പോൾ നമ്മൾ ഒരാളിനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം അത്ര തന്നെ അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. പക്ഷെ അത്ര തന്നെ അവിടെ ഉണ്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്നേഹിക്കുന്ന അതേ അളവിൽ അപ്പുറത്തുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഊഹം മാത്രമാണത്. അപ്പം എന്താവും, നമുക്ക് ഒരുപാട് വിഷമാവും. ഒരുപാട് സ്നേഹിച്ചവരെ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ്നെസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് പറ്റാത്തൊരു വിഷമാവും. ആ വിഷമം എന്താവും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾക്ക് കാരണമാവും. അതിൻ്റെ പകരം അവിടെ എന്തുണ്ട് ഏതുണ്ടെന്ന് നോക്കാണ്ട് നിനക്ക് ആവശ്യത്തിന് സ്നേഹിക്കാൻ പറ്റുമോ, സ്നേഹിക്കുക. നാളെ ഒരു തിരിച്ചടി കിട്ടും. കാരണം മുഖം മൂടി അണിഞ്ഞതാണ് ഈ ലോകം മുഴുവനും. ഈ ലോകം മുഴുവൻ എന്തിൻ്റെ പിന്നാമ്പുറത്താണ്?
സമ്പത്തിൻ്റെ പിന്നാമ്പുറത്താണ്. പുതിയ പുതിയ ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഒരു ബന്ധം അവിടെ പഴയതായി അതുകൊണ്ടൊരു ഗുണമില്ല എന്ന് പറയുമ്പോൾ, പഴയതാവെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, ഒരു ബന്ധത്തും കൊണ്ട് ഇനി വലിയ ഗുണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടങ്ങൾ അങ്ങനെയല്ല. അന്ന് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബന്ധത്തിനൊരു വിലയുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അമ്മയിൽ നിന്ന് വല്ല ഗുണമുണ്ടോ? അമ്മേൻ്റെ ഒപ്പം 4 ആൾക്കാരുണ്ട്. അമ്മയിൽ നിന്ന് 5 പൈസയുടെ ഗുണമില്ലെങ്കിൽ എന്തിന്? ഒരു വിധം പ്രായമാകുമ്പോൾ നമുക്ക് ഒരു വിധം പ്രായമൊക്കെ നമ്മൾ ആയി കഴിയുമ്പോൾ ഈ അത്രയും വേണ്ടപ്പെട്ടവരെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. എന്താ അറിയോ, ഇതൊരു ഭാരമായല്ലോ, ഇനി എത്ര കാലമാണ് ഈ ഭാരത്ത് താങ്ങുന്നത്? സത്യമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്നേഹിച്ചവരും കൂടി ചിലപ്പോൾ പറഞ്ഞു പോകും. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടം കഴിയും തോറും അവൻ്റെ ജീവിതം അവസാനിക്കുന്ന വരെ ഓരോ മുഖമൂടികളായിരിക്കും. ആ മുഖമൂടികൾ മനുഷ്യൻ്റെ മാറിക്കൊണ്ടേ ഉണ്ടാവും. അന്ന് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ജീവന് തുല്യമായി സ്നേഹിച്ച ആൾക്കാർ കപടമായിരുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇത്രയേ ഉള്ളൂ എന്നോട് സ്നേഹം, ഞാൻ ഇങ്ങനെ അല്ലല്ലോ കൊടുത്തത്, 100% 100 അടവിൽ ഞാൻ കൊടുത്തു, 20% കൂടി ഇല്ല എന്നൊരു തോന്നൽ വരും. യഥാർത്ഥത്തിൽ ആ തോന്നലൊക്കെ എപ്പോഴാണ് വരിക അറിയോ? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പിരിഞ്ഞു പോകുന്ന ഒരു കാലം, നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ഒരു കാലം. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, ഒരു മനുഷ്യൻ വികലാംഗനാവുന്നതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ വികലാംഗരല്ല അവരാണ്. വികലാംഗം എന്ന് പറഞ്ഞാൽ മനസ്സും കൊണ്ട് വികലാംഗനാവുക. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നമ്മുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്ത് അത് മക്കളാവാം, ബന്ധുക്കളാവാം, മക്കളില്ലാത്തവർക്ക് മക്കളെ പോലെ നിന്ന സഹോദരന്മാരാവാം, കൂട്ടുകാരന്മാരാവാം, ആര് വേണമെങ്കിലാവാം. ഇവരൊക്കെ ചിലപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും, എത്ര കാലം ഈ ഭാരം ഇനിയെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം വരെയും ഒരു ചിന്ത, ഈ ലോകത്ത് നമ്മൾ വന്നിട്ടുള്ള സ്നേഹം നൽകാനാണെങ്കിൽ കഴിയുന്നത് സ്നേഹം നൽകിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഒരുപാട് പ്രതീക്ഷകൾ വെക്കരുത്. കാരണം ഇംഗ്ലീഷിൽ പണ്ടൊരു വേർഡ്സ് ഉണ്ട്, എന്താ അറിയോ, ദ ഡെപ്ത് ഓഫ് യുവർ ലവ് ടുഡേ ഈസ് ദ ഡെപ്ത് ഓഫ് യുവർ ഹൂം ടുമാറോ. ഇന്നത്തെ ഡെപ്ത് ഓഫ് യുവർ ലവ് വിൽ ബി ദ ഡെപ്ത് ഓഫ് യുവർ ഹൂം ടുമാറോ. തീർച്ചയായിട്ടും നിൻ്റെ ഇന്നത്തെ ആഴമായ സ്നേഹമായിരിക്കും നാളത്തെ നിൻ്റെ ഹൃദയത്തിന് ആഴമായ മുറിവുകൾ നൽകുന്നത്. അപ്പോൾ അമിത പ്രതീക്ഷയാണ് പലരുടെയും ജീവിതം തകരാൻ കാരണം. അമിത പ്രതീക്ഷയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം മുതൽ അച്ഛൻ മക്കൾ തമ്മിലുള്ള ബന്ധം വരെ ലോകത്തെ എല്ലാ ബന്ധങ്ങളും തകർന്നു പോകുന്നത്. അച്ഛനമ്മമാർ തകർക്കുന്നില്ല, മക്കൾ തകർത്തവൻ്റെ പാട്ടിലങ്ങോട്ട് പൊക്കോളും. അതൊരു കാലഘട്ടം. എല്ലാവരും അല്ല, കുറേയൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ പോവും. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വേഷങ്ങളും അഴിഞ്ഞു വീഴുന്നൊരു കാലം വരും. അന്ന് നമുക്കിങ്ങനെ തോന്നരുത് ഈ ജീവിതത്തിൽ ഒരുപാട് അങ്ങോട്ട് കൊടുത്തു എന്ന് വെച്ചാൽ സമ്പത്തല്ല കേട്ടോ, സ്നേഹം ഒരുപാട് കൊടുത്തു, അവസാനം ഒറ്റയ്ക്ക് തോറ്റ് ഞാനൊരു മുക്കിൽ നിന്നു തോന്നരുത്. അവസാനം ചിതയിലേക്ക് എടുത്തുകൊണ്ടായി നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ട് പോണ സമയത്ത് അയ്യോ എന്നെ സ്നേഹിച്ച മക്കളാരും എൻ്റെ അടുത്തില്ലല്ലോ, എൻ്റെ ബന്ധുക്കളിലല്ലോ, എൻ്റെ സുഹൃത്തുക്കളിലോ, ഞാൻ നൽകിയതൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയത് ഭാരം ചുമന്ന് പോകരുത്. അന്ന് ആത്മാവ് അവിടുന്ന് ഒരു ആത്മാവ് നിന്നുണ്ടെങ്കിൽ ഈ ശരീരം എന്നുള്ള വസ്ത്രം വിട്ട് പോണ സമയത്ത് അത് പുഞ്ചിരിയോടെ പോകണം. എന്താ പറയുക, ഞാൻ എല്ലാവർക്കും നൽകി, എനിക്ക് ആരെന്ത് നൽകിയില്ലെങ്കിൽ എന്താണ്, നൽകാൻ വന്നവൻ നൽകി തിരിച്ചു പോയി. നൽകാൻ വന്നവനാണ്, ഞാൻ നൽകി തിരിച്ചു പോന്നു. ആരെനിക്ക് സ്നേഹം തന്നാലും തന്നില്ലെങ്കിലും ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തു, തീർച്ചയായും എന്നുള്ള സംതൃപ്തിയോടെ മടങ്ങി പോകണം. ദിവസം ഉദിച്ചു വരുന്ന സൂര്യന് കൂലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതതിൻ്റെ കടമ ചെയ്ത് പോകുന്നില്ലേ? അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഓരോ ജന്മങ്ങളും അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രതീക്ഷകളില്ലാണ്ട് ചെയ്ത് പോയിക്കൊണ്ടേ ഉണ്ടാവണം. ചെയ്തു പോയൊരു ദിവസം ആത്മാവിന് തോന്നണം എനിക്ക് ഭാരമില്ലാണ്ട് ഞാൻ യാത്രയാവുകയാണ്. എന്താണ് ഭാരം? ഒരു പക്ഷേ ശങ്കരാചാര്യർ ഈ കർക്കടപാമ്പിൻ്റെ ബലിയിടില്ലേ, ആ സമയത്ത് ആകാശത്തെവിടെ ഒരു ആത്മാവിനെ കണ്ടു എന്നാണ് പറയണത്. അവൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആത്മാവിനെ കണ്ടപ്പോൾ ആത്മാവ് ഒരുപാട് കരയായിരുന്നു. കാരണം വർഷങ്ങളോളം ഞാൻ നോക്കി എൻ്റെ മക്കൾ, കൊല്ലത്തിന് ഒരു പ്രാവശ്യം കൂടി എന്നെ ഓർക്കുന്നില്ലായിരുന്നു. കാരണം മരിച്ചു കഴിഞ്ഞിട്ടും ആത്മാവിന് ആ ദുഃഖമുണ്ട്. അപ്പോൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദുഃഖം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് അമ്മ മക്കൾ ആ ബന്ധമല്ല കേട്ടോ, ലോകത്ത് ഭാര്യ ഭർത്താവ് ബന്ധമായിക്കോട്ടെ, നമ്മുടെ ഒരു കടമയുണ്ട്. സ്നേഹിക്കുമ്പോൾ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി സ്നേഹിക്കുക, മനസ്സുകൊണ്ട് സ്നേഹിക്കുക. തിരിച്ചു കിട്ടുന്നത് തിരിച്ചടികൾ ഏത് രീതിയിലായാലും അത് നമ്മുടെ ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ഞാനും പറയാറില്ല അയ്യോ ഞാൻ അത്രത്തോളം അവരെ സ്നേഹിച്ചു, അവരെന്നെ സ്നേഹിച്ചില്ല എന്ന് ഞാൻ പലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുക. എന്താ പറയുക, ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതേ അവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ സ്നേഹത്തിൽ എന്താണ്, ഞാനും സ്വാർത്ഥിയല്ലേ, എനിക്ക് കൊടുക്കൽ വാങ്ങൽ പോലെ ആയില്ലേ അത്. അതിനേക്കാളും നല്ലത് എന്താണ്, ഞാൻ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. അവർ എന്താ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓർക്കാനേ പോകരുത്. അവർ നമ്മളെ സ്നേഹിച്ചില്ലേ ആ വക ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. അവരിന്നും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കണമെന്ന് വെറുതെ നമുക്ക് ചിന്തിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ അറിയുക, ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും തോന്നില്ല, നമ്മുടെ മനസ്സ് നിർമ്മലമായിരിക്കും. അല്ലേ? ഒരു ദിവസം എല്ലാ മുഖമൂടികളും
അഴിഞ്ഞു വീഴുന്ന ഒരു കാലം വരും. കാരണം ദൈവം എന്ന് പറഞ്ഞൊരു സാന്നിധ്യം അങ്ങനെയാണ്. ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഓരോ മനുഷ്യൻ ഓരോ കാലഘട്ടത്ത് നമ്മൾ പറയില്ലേ കമ്പിളിപ്പുഴു പാറ്റിയായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ മനുഷ്യൻ രൂപം മാറിയും കൊണ്ടേ ഉണ്ടാവും. ഈ ഇങ്ങനെ പുഴുക്കൾക്ക് മാത്രമൊന്നുമല്ല, മനുഷ്യനും രൂപവും സ്വഭാവവും കാലഘട്ടത്തിനനുസരിച്ച് മാറും. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ നമ്മൾ വീഴുന്ന ആ ഉയർച്ചയുണ്ടല്ലോ, ആ ഉയർച്ചയ്ക്ക് മുട്ടുകുത്തി വീഴാനുള്ളത് ഉണ്ടാവുള്ളൂ. ഒരുപാട് ഫീൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീലിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ വീഴ്ചയിൽ ചത്തുപോകും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കടമ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവം നൽകിയൊരു കടമയുണ്ട്. ഒരുപാട് സ്നേഹിച്ചവരെ എല്ലാവരും സ്നേഹിക്കുക. വെറുപ്പ് എന്നുള്ള ഒരു ഇതിനുള്ള സ്ഥാനം കൊടുക്കാണ്ടിരിക്കുക. ഇനി എത്ര സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കാത്തൊരു വ്യക്തികൾ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ മറന്ന് സ്നേഹിക്കാൻ പറ്റിയവരെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ കടമ. മറ്റുള്ളതൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. അത് ഏത് ബന്ധത്തിലായാലും എത്ര കുറേ സഹോദരങ്ങളുണ്ടാവും, എന്നിട്ട് അവരാരും നമ്മളെ ചെറിയ വല്ല കാര്യമോ ചിലപ്പോൾ നമുക്ക് അറിയാതെ പറഞ്ഞതുപോലോ അറിയാതെ ചെയ്ത തെറ്റുകളായിരിക്കും. പക്ഷെ അത് അവരതിനെ വലിയതാക്കിയിട്ട് എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വിചാരിക്കും. കാരണം എന്താ പറയുക, നമ്മളത് മനസ്സിലും കൂടി വിചാരിക്കാതെ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു തമാശ രൂപേണ. പക്ഷെ അവർക്കത് ഭയങ്കര എന്താ പറയുക വലിയ കാര്യമായിട്ട് അവർ വർഷങ്ങളോളം മിണ്ടാണ്ടിരിക്കും. ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് അങ്ങനെ പലരുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും എന്താ പറയുക ജീവിതം ഇത്രയേ ഉള്ളൂ. പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ആപത്താണ്. പിന്നെ ഒരിക്കലും ഒരു കാര്യം കൂടി പറയാം, ജീവിതകാലം മുഴുവനും അങ്ങടും ഇങ്ങടും സ്നേഹിച്ച് സഹകരിക്കാത്തവർ ഒന്ന് ഒരു സ്നേഹം കൈത്താങ്ങ് എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട് മനസ്സിന്. അത് ഏറ്റവും കൂടുതൽ വാർദ്ധക്യകാലത്താണ് മനുഷ്യന് വേണ്ടത്. ഏറ്റവും നല്ല ഒരു നിമിഷം കൊണ്ട് പോവാം, ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവാം. എന്തിന് അല്ല, എന്തിന് വലിയൊരു പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് എന്നും ശാശ്വതമാണ്. അപ്പൊ ആ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് ഏത് അവസ്ഥയിലും പറ്റും. അതിപ്പോ പണം ഇല്ലെങ്കിലും പണം ഉണ്ടെങ്കിലും നമ്മൾ എത്ര താഴ്ന്ന നിലയിലാണെങ്കിലും ഉയർന്ന നിലയിലാണെങ്കിലും സ്നേഹം അത് എന്നും ഒരേപോലെയാണ്. അതുകൊണ്ട് ആ സ്നേഹിക്കണം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ അത് എന്നും സ്നേഹം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ആർക്കാണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ സ്നേഹം നൽകി സ്നേഹം തിരിച്ചു കിട്ടാതെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം നമ്മളിത് പറയുമ്പോൾ സ്നേഹം നൽകി സ്നേഹം മാത്രം കിട്ടിയവരൊന്നല്ല, ഒരുപാട് ദുഃഖങ്ങൾ കിട്ടിയവരാണ്. ആ അനുഭവം കൊണ്ടാണ് പറയണത്. ഇനി എന്ത് ദുഃഖം വന്നാലും അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏൽക്കുകയില്ല അല്ലേ. കാരണം ഒരുപാട് ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്ത് സ്നേഹം കിട്ടാത്ത ഒരുപാട് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാതെ പോകുമ്പോൾ എന്താ അറിയോ, ഒരുപാട് തവണയാവുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗൗതമ ബുദ്ധനാവും. നമുക്കൊരു ജ്ഞാനോദയം ഉണ്ടാവും. തൻപാല് കുറച്ച് കൂടുതലുണ്ട് ഇതിൽ, പക്ഷെ അത്രയൊന്നും വേണ്ട. നമുക്കിത് ഒരു കുറച്ച് ഇതിൽ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള പാല് നമുക്ക് നാളെ ഫ്രിഡ്ജിൽ എന്തിനെങ്കിലും എടുക്കാൻ പറ്റുമല്ലോ. ഉണ്ടോ ഇത്ര അതിൻ്റെ ആദ്യത്തെ പാല് അത്ര വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ്. എന്നിട്ട് നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയില്ലേ അത് ലാസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാണ് ലാസ്റ്റ് അതിൻ്റെ ഒരു മണം നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല. പിന്നെ ഈ പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കറിവേപ്പില അത് പിന്നെ നമ്മുടെ ഒരു ഇതല്ലേ, അത് കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് തളങ്ങട് വന്നു. നമുക്കിപ്പോൾ അത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഇത്തിരി വെളിച്ചെണ്ണ അങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ഓഫ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. അതുപോലെ തന്നെ ബുദ്ധൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, തിരസ്കാരം കൊണ്ടാണ് ബഹുമാനത്തിന്റെ വില അറിയാവുന്നത്. നിന്നെ തിരസ്കരിക്കുമ്പോൾ അല്ലെങ്കിലും അതെ, ഇപ്പൊ ഒരുപാട് ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അതാ കഴിക്കേണ്ടത് ഇതാ കഴിക്കേണ്ടത് എന്നുള്ള തോന്നൽ വരില്ലേ നമുക്ക്. അതേ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഒരു കഞ്ഞി, അതിനൊന്നും തൊട്ടുകൂട്ടാൻ ഒരു സാധനം ഇല്ലെങ്കിലും ആ കഞ്ഞി നമുക്ക് വളരെ രുചിയായിട്ട് തോന്നും അല്ലേ. അതുപോലെയാണ് എല്ലാം. ഒരുപാട് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല. അതേപോലെ ജീവിതത്തിൽ സ്നേഹം അതുപോലെ തന്നെയാണ്. അപ്പോൾ സ്നേഹം ഒരുപാട് കിട്ടുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മുക്കിൽ എങ്ങനെയെങ്കിലും ഒരു ബന്ധത്തിൽ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ഒരു ചെറിയൊരു സ്നേഹസ്പർശമായി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഒരു ജീവനെങ്കിലും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണ് പുണ്യം ചെയ്ത ജന്മം. അത് മക്കളാവാം, ഭാര്യയാവാം, ഭർത്താവാം, അച്ഛനാവാം, അമ്മയാവാം, സുഹൃത്താവാം, അല്ലെങ്കിൽ അകന്നൊരു ബന്ധുവാവാം. ആത്മാർത്ഥം നിറഞ്ഞൊരു മനസ്സോടുകൂടി എവിടെയെങ്കിലും നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പകുതിയെങ്കിലും നമ്മൾ കൊടുത്ത് ആ ഒരു സ്നേഹത്തിന്
ഒരു സരിസമമാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ച അതന്നെയാണ് ജീവിത വിജയം. നൽകുക എന്നുള്ളത് ഈ ഭൂമിയിൽ നമുക്കത് മാത്രമേ സാധിക്കുള്ളൂ. കാരണം എല്ലാം ഇവിടെ ഉണ്ട്. ഏതവസ്ഥയിലും നമുക്ക് നൽകാൻ പറ്റുന്ന ഒരേ ഒരു ചെലവാക്കിയാലും തീരാത്ത ഒരു നിധി എന്താണ് അറിയുക? അത് സ്നേഹമാണ്. ബാക്കിയെല്ലാം ഇവിടുന്ന് നമ്മളെടുത്ത് ഇവിടുന്ന് നമ്മൾ പങ്കിട്ട് ഇവിടുന്ന് നമ്മൾ ഭക്ഷിച്ച് ഇവിടെ നമ്മൾ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ആഘോഷിച്ച് ഇവിടുന്ന് പോവുകയാണ്. കിട്ടുന്നതാണ് ഈ മുഴുവൻ സമ്പത്താവട്ടെ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും ദൈവം നിനക്കായി നൽകി തന്നാണ്. അത് സ്നേഹം മാത്രമാണ്. അത് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വന്നതാണ്. അല്ലാണ്ട് മറ്റൊന്നും നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ കടങ്ങളാണ്. അപ്പോൾ അത് നൽകുക, സന്തോഷമായിട്ട്. ഇത് നമ്മുടെ സ്വന്തമാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും. അപ്പൊ അത് മാത്രം നമുക്ക് സ്വന്തമാണ്. അത് നമുക്ക് എത്ര വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. 1000-1 മാറാൻ കഴിയാണ്ടിരുന്നാലും 100-1 മാറാൻ സ്നേഹം നൽകിയത് കൊണ്ട് കഴിയും, അല്ലേ? തീർച്ചയായും കഴിയും. സ്നേഹം ഇന്ന് നമ്മുടെ ജീവന്റെ വിളക്ക് ഇന്ന് കത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നാളെ അത് കെട്ടുപോയാലും ഒരു ദിവസം ഒരാളെങ്കിലും നമ്മളെ ഓർക്കും, അല്ലേ? അങ്ങനെ ആയിരിക്കണം നമ്മൾ നൽകുന്ന സ്നേഹം. അപ്പോൾ ഇന്ന് ഇതിനെ പറ്റിയായിരുന്നു. അപ്പൊ ഇന്ന് സ്നേഹത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് സ്വന്തം, നിങ്ങൾക്കുള്ളത് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം, ഞാൻ ചക്കടയും മാങ്ങയുടെയും മറ്റേ മരത്തിന്റെ ചോട്ടിലൊക്കെ പോയില്ലേ, അമ്മ എന്ന മരത്തിന്റെ ചോട്ടിൽ വന്നപ്പോ ഞാൻ ചെറിയൊരു ബുദ്ധനായി. അപ്പൊ കിട്ടേണ്ടത് എനിക്ക് കിട്ടിട്ടോ. അതെന്തറിയോ, പിന്നെ ഇവർ അതിന്റെ ചോട്ടിൽ പോയി ചക്ക, മാങ്ങയുടെ ചോട്ടിൽ പോയി മാങ്ങാന്നല്ലേ ഓർത്തത്. അല്ലാണ്ട് നീ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാന്നൊന്നും ഓർത്തില്ലല്ലോ. ഇല്ലില്ല, അതിനൊന്നും അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അതാണ് നീ ഗൗതമ ബുദ്ധനാവാണ്ടിരുന്നത്. അല്ല, ഞാനിപ്പോ ഒരു കുഞ്ഞു ബുദ്ധനായി. കാരണം ഞാൻ ഏത് മരത്തിന്റെ ചോട്ടിൽ നിൽക്കേണ്ട ആ മരം മറന്നിരുന്നു. ഇപ്പൊ ഞാൻ ശരിക്കുള്ള ആൽമരത്തിന്റെ ചോട്ടിൽ നിന്നു. അപ്പൊ ഇത്തിരി ബോധം കിട്ടി. അപ്പൊ ബുദ്ധനായില്ലെങ്കിലും ചെറുതായിട്ടൊരു സിദ്ധനായോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയണെന്നറിയോ, നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഐശ്വര്യവും എല്ലാം നമുക്ക് ഇവിടെ കടമായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ ഉപേക്ഷിച്ച് തന്നെ പോകേണ്ടി വരും. ഇവിടെ ഉപേക്ഷിച്ച് നമുക്ക് പോകണം. പക്ഷെ നമ്മുടെ സ്വന്തം എന്ന് പറയാം, നമുക്ക് ജന്മനാ നൽകിയതാണ് ഈ സ്നേഹം. അതുകൊണ്ട് നിങ്ങള് സ്നേഹമാണ് ശാശ്വതം. അതെല്ലാവർക്കും നൽകൂ. അപ്പൊ നിങ്ങളും ആ സ്നേഹത്തിന്റെ ഇതിൽ നിങ്ങൾക്ക് യാത്രയാവാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ് അത്രത്തോളം ഒരു ഭാരം ഇല്ലാണ്ട് ഇവിടുന്ന് സഞ്ചരിക്കും. അതിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുക. ഇത്രയൊക്കെ ബുദ്ധി അമ്മയ്ക്കുണ്ടാവും ഞാൻ വിശ്വസിച്ചില്ല. നീ കുത്തുവാക്ക് പറയൂല്ലേ? അത് കുത്തുവാക്കല്ല, കറി കണ്ടില്ലേ? നല്ല കളർഫുൾ കറിയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ അറിയാതിരിക്കാം, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. തീർച്ചയായും 100% ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇന്ന് ഊണ് കഴിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും തരാം. പിന്നെ ഇന്നത്തെ ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഇവന് വേണ്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ബൈ.